നിങ്ങൾ ഇപ്പോൾ കേട്ടത് വെറും ഒരു ശബ്ദമല്ല, ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരുന്നതിന്റെ പ്രകമ്പനമാണ്. പശ്ചിമേഷ്യ കത്തുകയാണ്. ഇസ്രയേലിലെ മിസൈലുകൾ ഇറാന്റെ ആകാശത്ത് തീ പടർത്തുമ്പോൾ ലോകം മുഴുവൻ ഭീതിയോടെ നോക്കുന്നത് ഒരു ഇടുങ്ങിയ കടലിടുക്കിലേക്കാണ്. ഹോർമുസ് കടലിടുക്ക്. ലോകത്തിന്റെ ജീവരക്തമായ പെട്രോളിയം ഒഴുകുന്ന ആ സ്ഥിര മുറിഞ്ഞാൽ നാളെ നിങ്ങളുടെ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ 200 രൂപയിൽ കൂടുതൽ നൽകേണ്ടി വരുമോ? ഇന്ത്യ ഇരുട്ടിലാകുമോ? ലോകരാജ്യങ്ങൾ ഭയന്ന് വിറയ്ക്കുമ്പോൾ, വൈറ്റ് ഹൗസിൽ ചർച്ചകൾ മുറുകുമ്പോൾ, ലോകം കണ്ട ഏറ്റവും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഗെയിം ഇന്ത്യയിൽ അരങ്ങേറുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഭാരതത്തിന് ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇന്ത്യക്കാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആ നിർണായക നീക്കം എന്താണ്? റഷ്യയിൽ നിന്നും ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ ഇന്ത്യയിലേക്ക് രഹസ്യമായി ഒഴുകുന്നുണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്ര കരുനീക്കത്തിലൂടെ നരേന്ദ്രമോദി എങ്ങനെയാണ് ഇന്ത്യയെ ഒരു സുരക്ഷിത ദ്വീപാക്കി മാറ്റിയത്? 8 ആഴ്ചത്തേക്ക് ഇന്ത്യയെ ആർക്കും തൊടാൻ പോലും കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ ധൈര്യമായി പറയുന്നതിന് പിന്നിലെ ആ രഹസ്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ അതിജീവനത്തിന്റെ കഥയല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഊർജ്ജ തന്ത്രത്തെക്കുറിച്ചാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ദശകങ്ങളുടെ വിധിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂപടത്തിലെ ആ ചെറിയ വരയെക്കുറിച്ചാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. ഒമാനും ഇറാനും ഇടയിലുള്ള വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടൽപാതയിലൂടെയാണ് ലോകത്തെ 21% പെട്രോളിയം നീക്കവും നടക്കുന്നത്. യുദ്ധം മുറുകിയാൽ ഇറാൻ ഈ പാത അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതടഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നാമത്, സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ കടലിൽ കുടുങ്ങിയിരിക്കും. 2, ലോക വിപണിയിൽ എണ്ണയുടെ ദൗർലഭ്യം അനുഭവപ്പെടും. 3, നിമിഷങ്ങൾക്കുള്ളിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 കടക്കും. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ. ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു, US നേവി ഈ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കും. പക്ഷേ യുദ്ധം രൂക്ഷമായാൽ അമേരിക്കയ്ക്ക് പോലും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യക്ക് അറിയാം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി തന്റെ പ്ലാൻ ബി പുറത്തെടുക്കുന്നത്. ലോകം ഇന്ത്യയെ ഉപദേശിച്ചു, റഷ്യയെ സഹായിക്കരുത്, അവരിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന്. എന്നാൽ നരേന്ദ്രമോദി ലോകത്തിന് നൽകിയ മറുപടി ലളിതമായിരുന്നു: എന്റെ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യമാണ് എനിക്ക് വലുത്. ഇപ്പോൾ പശ്ചിമേഷ്യ പ്രതിസന്ധിയിലായപ്പോൾ റഷ്യ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഏഷ്യൻ ഹബ്ബുകളിൽ, പ്രത്യേകിച്ച് സിംഗപ്പൂരിലും മലേഷ്യൻ തീരങ്ങളിലും റഷ്യൻ എണ്ണയുമായി നങ്കൂരമിട്ടിരിക്കുന്ന കൂറ്റൻ കപ്പലുകൾ ഇന്ത്യയിലേക്ക് തിരിക്കാനായി തയ്യാറാണ്. പശ്ചിമേഷ്യൻ എണ്ണ നിലച്ചാലും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ റഷ്യ നികത്തും. ഇത് വെറുമൊരു കച്ചവടമല്ല, മറിച്ച് ദശകങ്ങൾ പഴക്കമുള്ള ഒരു സൗഹൃദത്തിന്റെ പുതിയ അധ്യായമാണ്. മുൻപ് US ചർച്ചകളെ തുടർന്ന് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി അല്പം കുറച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. ഇന്ത്യക്ക് എണ്ണ നൽകാൻ റഷ്യ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ നീക്കമാണ്. ഭാരതം യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് അതിർത്തിയിൽ മാത്രമല്ല, ഭൂമിക്കടിയിലുമാണ്. പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യസഭയിൽ വെളിപ്പെടുത്തിയ കണക്കുകൾ കേട്ടാൽ ആരും ഞെട്ടും. ഇന്ത്യയുടെ പക്കൽ 74 ദിവസത്തേക്കുള്ള എണ്ണയുണ്ട്. ഇതെങ്ങനെ സാധ്യമായി? SPR, സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ്, വിശാഖപട്ടണം, മംഗളൂരു, കർണാടകയിലെ പാതൂർ എന്നിവിടങ്ങളിൽ പടുകൂറ്റൻ ഭൂഗർഭ അറകളുണ്ട്. പാറകൾ തുറന്നു നിർമ്മിച്ച ഈ അറകളിൽ ദശലക്ഷക്കണക്കിന് ടൺ ക്രൂഡ് ഓയിൽ ഇന്ത്യ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ രാജ്യത്തെ എണ്ണ കമ്പനികളുടെ പക്കൽ 64 ദിവസത്തെ സ്റ്റോക്ക് ഉണ്ട്. ആകെ കൂടി നോക്കിയാൽ ലോകം മുഴുവൻ എണ്ണ കിട്ടാതെ സ്തംഭിച്ചാലും 2.5 മാസത്തോളം ഇന്ത്യയിലെ ഒരു വണ്ടി പോലും നിലയ്ക്കില്ല. ഒരു ഫാക്ടറിയും പൂട്ടേണ്ടി വരില്ല. എങ്ങനെയാണ് മോദി സർക്കാർ ഇത് സാധിച്ചെടുത്തത്? ഒരു വശത്ത് അമേരിക്കയുമായി പ്രതിരോധ കരാറുകൾ ഒപ്പിടുന്നു, മറുവശത്ത് റഷ്യയുമായി എണ്ണ കച്ചവടം നടത്തുന്നു. ഇതൊരു ബാലൻസിംഗ് ആക്ട് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെ ആഞ്ഞടിക്കുമ്പോഴും ഇന്ത്യയുമായുള്ള ബന്ധം തകരാതെ നോക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും എണ്ണ എത്തിക്കാനുള്ള ശ്രമം ഇന്ത്യ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, വടക്കേ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ എണ്ണ വാങ്ങുന്നുണ്ട്. ഇതിലൂടെ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന രീതിയൊക്കെ മോദി അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച ഒരൊറ്റ ദിവസം കൊണ്ട് എണ്ണവില 10% വർദ്ധിച്ചു. ബ്രെന്റ് ക്രൂഡ് $82 സാധാരണഗതിയിൽ ഇത് ഇന്ത്യയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകേണ്ടതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം മന്ത്രാലയത്തിന് കീഴിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ, എയർക്രാഫ്റ്റ് ഫ്യൂവൽ എന്നിവയുടെ വിലയും വിതരണവും സർക്കാർ നേരിട്ട് നിരീക്ഷിക്കുന്നു. ആശങ്കപ്പെടാനില്ല എന്ന് മന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യയുടെ കൈവശമുള്ള ഈ വൻ ശേഖരത്തിന്റെ ആത്മവിശ്വാസത്തിലാണ്. ലോകം മുഴുവൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യ ഒരു സാമ്പത്തിക അവസരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. റഷ്യൻ എണ്ണയുടെ ശുദ്ധീകരണം,
റഷ്യയിൽ നിന്നും വില കുറച്ച് വാങ്ങുന്ന എണ്ണ ഇന്ത്യയിലെ റിഫൈനറികളിൽ റിലയൻസ്, നയാര, ഇന്ത്യൻ ഓയിൽ ശുദ്ധീകരിച്ച് ഡീസലാക്കി മാറ്റുന്നുണ്ട്. 2. യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. യുദ്ധം കാരണം റഷ്യയിൽ നിന്നും നേരിട്ട് എണ്ണ വാങ്ങാൻ കഴിയാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യ ഈ ശുദ്ധീകരിച്ച എണ്ണ വിൽക്കുന്നു. ഇതിലൂടെ ഇന്ത്യയുടെ ഖജനാവിലേക്ക് ഒഴുകുന്നത് കോടികളാണ്. അതായത് ലോകത്തിന്റെ യുദ്ധം ഒരു ദുരന്തമാകുമ്പോൾ ഇന്ത്യയുടെ കൃത്യമായ പ്ലാനിംഗ് അതിനെ ഒരു സാമ്പത്തിക നേട്ടമാക്കി മാറ്റുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഇറാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. ആദ്യം ആക്രമിക്കാൻ പദ്ധതിയിട്ടത് ഇറാനാണ്. അതിനു മുമ്പ് ഞങ്ങൾ ആക്രമിച്ചു എന്ന ട്രംപിന്റെ പ്രസ്താവന സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ്. ഇറാനുമായി ഇന്ത്യക്ക് ചബഹാർ തുറമുഖം പോലെയുള്ള വലിയ പ്രൊജക്ടുകളുണ്ട്. ട്രംപിനെ പിണക്കാതെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുകയും ഇറാനിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് മോദിക്ക് മുന്നിലുള്ളത്. പശ്ചിമേഷ്യ കത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ കരുത്ത് അതിന്റെ ആയുധങ്ങളിൽ മാത്രമല്ല, ആ രാജ്യം എങ്ങനെ പ്രതിസന്ധികളെ മുൻകൂട്ടി കാണുന്നു എന്നതിലാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുന്നത് യുദ്ധം ചെയ്തുകൊണ്ടല്ല, മറിച്ച് യുദ്ധം നടക്കുമ്പോഴും തളരാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുത്തുകൊണ്ടാണ്. റഷ്യ കൂടെയുണ്ട്, അമേരിക്ക സുരക്ഷ ഉറപ്പു നൽകുന്നു, രാജ്യത്ത് മാസങ്ങളോളം തികയുന്ന എണ്ണ കരുതലുണ്ട്. നമ്മൾ ഈ കണ്ട കണക്കുകളെല്ലാം നയതന്ത്ര നീക്കങ്ങളും ഒരു കാര്യം അടിവരയിടുന്നു: ഇന്ന് ഭാരതം സുരക്ഷിതമായ കൈകളിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്ത്രപരമായ സ്വയംഭരണാധികാരമാണ്. പണ്ട് ആഗോളതലത്തിൽ ഒരു വെടി പൊട്ടിയാൽ ഇന്ത്യയുടെ വിപണികൾ തകർന്നടിയുമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. എണ്ണവില കൂടുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതം അന്ന് ദുസ്സഹമാകുമായിരുന്നു. എന്നാൽ ഇന്ന് ലോകം യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും ഇന്ത്യയുടെ ഇന്ധന വിതരണം തടസ്സപ്പെടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ BJP സർക്കാരിന് സാധിക്കുന്നു. ഇത് വെറും ഒരു രാഷ്ട്രീയ അവകാശവാദമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലമാണ്. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയുടെ ഊർജ്ജ നയത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയത്. ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന പഴയ രീതിക്ക് പകരം റഷ്യയും അമേരിക്കയും ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒരുപോലെ ഇന്ത്യയുടെ പങ്കാളികളാക്കി മാറ്റി. റഷ്യയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ എന്റെ രാജ്യത്തെ സാധാരണക്കാരന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭിക്കണമെന്ന ഉറച്ച നിലപാടിൽ മോദി സർക്കാർ ഉറച്ചു നിന്നു. ആ ഇച്ഛാശക്തിയാണ് ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമ്പോഴും ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത്. ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിന് കീഴിൽ രാജ്യം കെട്ടിപ്പടുത്ത തന്ത്രപ്രധാന എണ്ണ സംഭരണികൾ ഇന്ന് നമ്മുടെ വലിയൊരു ഇൻഷുറൻസ് പോളിസിയാണ്. യുദ്ധം കാരണം മാസങ്ങളോളം വിതരണം തടസ്സപ്പെട്ടാലും ഇന്ത്യയെ തളർത്താൻ ആർക്കും കഴിയില്ല. ഇന്ധന സുരക്ഷ മാത്രമല്ല, ഇന്ന് ഇന്ത്യ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നു, അതിർത്തികളിൽ ശത്രുക്കൾക്ക് തക്കതായ മറുപടി നൽകുന്നു, ആഗോള സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദം ഇന്ന് ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മോദി സർക്കാരിന്റെ ശക്തമായ വിദേശ നയമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.